ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മലരിൻ്റെ കൂടെ അവിടെ മഹേഷ് ഏർപ്പാടാക്കിയ 4 ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷിക്കും എന്നുള്ള രീതിയിലാണ് സിദ്ധു ഉള്ളത്. ഒരു വിധത്തിൽ സിദ്ധു എല്ലാവരെയും അടിച്ച് താഴെയിട്ട് മലരിനെയും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നാലെ തന്നെ സിദ്ധുവിൻ്റെ പിന്നാലെ തന്നെ അവർ ഉണ്ടായിരുന്നു. അവർ ഓടി വരികയാണ്. അപ്പോൾ അത് സിദ്ധു കാണാനിടയായ സ്ഥിതിക്ക് സിദ്ധു മറിഞ്ഞു നിൽക്കുകയാണ് അവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും സിദ്ധു എല്ലാത്തിനെയും അടിച്ചൊതുക്കിയതിന് ശേഷം മലരിനെയും കൊണ്ട് പോവുകയാണ്. സിദ്ധു മലരിനെയും കൊണ്ട് രക്ഷപ്പെട്ടു ഒരു വഴിക്ക് റോഡരികിൽ വന്ന് നിന്നിട്ട് വണ്ടിക്ക് വിളിക്കുകയാണ്. അതായത് സിദ്ധു വന്ന വണ്ടിക്ക് തന്നെ വിളിക്കുകയാണ്. സാർ എവിടെയാണല്ലോ സാർ? ഞാൻ ഇന്നേ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അവിടെ എത്രയും പെട്ടെന്ന് പറയാണ്. നിൽക്ക് എന്ന് പറഞ്ഞ് സിദ്ധു മലരിനെ വണ്ടിക്കകത്ത് കയറ്റി സിദ്ധുവും കയറിയിട്ട് പറയാണ്, വിട്ടോ. ഇവിടെ ദിലീപും ആ 2 സ്ത്രീകളും ചേർന്ന് ചന്ദ്രികയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ്. വരാനല്ലേ പറഞ്ഞേ, വാ വന്നിരിക്ക് എന്ന് പറഞ്ഞ് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവാണ്. എല്ലാം പിടിക്കാതെ. അപ്പോൾ സ്ത്രീകളും പറയാണ്, മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കാനാണ് പറഞ്ഞേ, അവിടെ ഇരിക്ക്. അതേ നോക്ക് ചന്ദ്രികയെ, സിദ്ധാർത്ഥ് ജീവനോടെ ഇരിക്കണമെങ്കിൽ വിവാഹം കഴിയുന്നവരെ മിണ്ടാതിരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സിദ്ധാർത്ഥിനെ ആടിനെ അറുക്കുന്നത് പോലെ അറുത്ത് കളയും. എന്താ അവനങ്ങ് തീർത്തേക്കട്ടെ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതെ ഇവിടെ ഇരുന്നോളണം. വണ്ടിയിൽ നിന്നും മലർ പറയാണ്, സിദ്ധു എന്താ മോളെ, ആ മഹേഷ് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി. സിദ്ധു അമ്മയെ എങ്ങനെയെങ്കിലും ആ മഹേഷിൽ നിന്നും രക്ഷിക്കൂ സിദ്ധു. മലർ, നീ വിഷമിക്കാതിരിക്കെ, ധൈര്യമായിരിക്കെ, ഞാനില്ലേ കൂടെ. പൂജാരി പറയാണ്, പെണ്ണിനും ചെക്കനും മാലയെടുത്ത് അണിയിച്ചോളൂ. പിന്നെ പൂജാരി പറയാണ്, താലി വെച്ചിട്ടുള്ള ആ പാത്രം എല്ലാവരുടെയും കയ്യിൽ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. പിന്നെ പൂജാരി താലിയെടുത്ത് മഹേഷിൻ്റെ കയ്യിൽ കൊടുത്ത് ഓരോന്നും ചെല്ലുകയാണ്. അപ്പോൾ അവിടെ കൂടി നിന്നവർ പറയാണ്, നോക്കി നിൽക്കാതെ താലി കെട്ടാൻ ഒരുങ്ങുമ്പോഴാണ് സിദ്ധു സാർ വന്ന് വിളിക്കുന്നത്, ചന്ദ്രികയെ സാർ. ഇരിക്ക്, അവിടെ ഇരിക്ക്, എവിടെയാണ് പോകുന്നത്, അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് ദിലീപും അവിടെയുള്ള സ്ത്രീകളൊക്കെ അവിടെ തന്നെ ഇരുത്തുകയാണ്. ഇരിക്കാനല്ലേ പറഞ്ഞേടി എന്ന് പറഞ്ഞ് അവർ ഇരുത്തുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ദിലീപും അവളെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. പെട്ടെന്ന് തന്നെ മഹേഷ് താലി കെട്ടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴേക്കും മഹേന്ദ്ര സാറും പോലീസുകാരും അവിടെ എത്തി. ദിലീപ് പറയാം, മഹേഷേ പോലീസ് എഴുന്നേൽക്ക്, വാ. നിൽക്കടാ അവിടെ. പോലീസ് പറയാം, ഒന്നിനും രക്ഷപ്പെടാൻ അനുവദിക്കരുത്, പിടിക്കവരെ. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, ചന്ദ്രികയെ മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല സാർ. മഹേഷിനെയും ദിലീപിനെയും പിടിക്കാൻ വേണ്ടി പോലീസ് ഓടുകയാണ്. ദിലീപ് പിന്നിൽ നിന്ന് വന്ന് ഒരു നല്ല വടിയെടുത്ത് പോലീസുകാരൊക്കെ അടിച്ച് താഴെ വീഴ്ത്തുകയാണ് ചെയ്തത്. എന്നിട്ട് മഹേന്ദ്രൻ സാർ പറയാണ് ചന്ദ്രികയോട്, എന്താ മോൾ, മലർ എവിടെയാണുള്ളതെന്ന് അറിയില്ല സാർ. ഒന്നുകൊണ്ടും പേടിക്കണ്ട മഹേഷ്, മലറിന് ഒന്നും സംഭവിക്കില്ല. അവളെ രക്ഷിക്കാൻ സിദ്ധു മാഞ്ചോലക്കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവൻ ഉറപ്പായും മലറിനെ രക്ഷിച്ചു കൊണ്ടുവരും. നീ ധൈര്യമായിരിക്കും ചന്ദ്രികയെ. മഹേഷും ദിലീപും ചേർന്ന് പോലീസുകാരൊക്കെ അടിച്ച് വീഴ്ത്തിയിട്ട് ഒരു മുറിയിലിട്ട് പൂട്ടുകയാണ് ചെയ്തത്. പേടിക്കാതിരിക്കും ചന്ദ്രികയെ, വാ പോകാം, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പിന്നെ വന്ന് മഹേന്ദ്ര സാറിനെയും അതേപോലെ തന്നെ പിന്നിൽ നിന്നും അടിക്കുകയാണ്. സാർ എന്ന് വിളിച്ച് ചന്ദ്രിക കരയാണ്. അപ്പോൾ മഹേഷ് പറയാണ്, എഴുന്നേൽക്കടി. എന്താടി ഇവരൊക്കെ വന്നാൽ ഞാൻ പേടിക്കുമെന്ന് കരുതിയോ? എഴുന്നേൽക്കടി, വരാനല്ലേ പറഞ്ഞ നിന്നോട്. വേണ്ട സാർ. ഇരിക്കടി അവിടെ. നിന്റെ സാറിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും, അത് നീ കണ്ടോ. ഇരിക്കടി അവിടെ. സിദ്ധാർത്ഥ് മലരിനെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത്. നീ എന്തെങ്കിലും പ്രശ്നമാക്കിയാൽ അവനെ അവിടെ വെച്ച് തീർത്തേക്കാൻ പറയും ഞാൻ. നിനക്ക് സിദ്ധാർത്ഥാണോ വലുത് അതോ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതാണോ വലുത് എന്ന് നീ ചിന്തിക്ക്. പൂജാരി ഇങ്ങോട്ട് വന്നേ. അയ്യോ, എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോൾ ദിലീപ് പൂജാരിയോട് പറയാണ്, ഇപ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ നിങ്ങൾക്കാ പ്രശ്നം, ചെന്നേ. എന്തൊക്കെയായി സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അടങ്ങിയിരിക്കടി അവിടെ. സാർ. വീണ്ടും മഹേഷ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ്. ദിലീപിനോട് മഹേഷ് പറയാണ്, ദേ നോക്ക് ദിലീപ്, ഇവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ സിദ്ധുവിനെ അവിടെ വെച്ച് തന്നെ തീർത്തേക്ക് എന്ന് പറഞ്ഞേക്ക്. ചന്ദ്രികയെ, ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ജീവിതം നിൻ്റെ കയ്യിലാണ്. നീ ഇപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവൻ്റെ ജീവനില്ലാതാവും. നിൻ്റെ മോളെയും നീ കാണില്ല, മനസ്സിലായോ? ഇറങ്ങിയിരിക്കട്ടെ അവിടെ. ചന്ദ്രികയെ എന്ന് മഹേന്ദ്ര സാർ വിളിക്കുകയാണ്. സിദ്ധു അപ്പോഴേക്കും അവിടെ എത്തി. വാ മോളെ വാ എന്ന് പറഞ്ഞ് മലരിനെയും വണ്ടിയിൽ നിന്നും ഇറക്കി സിദ്ധു ഓടുകയാണ്. അപ്പോഴാണ് താലി കെട്ടുന്നത് കാണുന്നത്. ചന്ദ്രികയെ. അപ്പോഴാണ് മലർ അമ്മേ എന്ന് വിളിച്ച് മുന്നോട്ട് ഓടി വരുന്നത്.
ആ മലർ എന്ന് വിളിച്ച് ചന്ദ്രിക അവിടെ നിന്നും എഴുന്നേൽക്കാണ്. പിടിച്ചു വെക്കോടെ, അവിടെ പിടിച്ചു വെച്ച് താലി കെട്ട്, വേഗം താലി കെട്ടാൻ നോക്ക്. ആ സ്ത്രീകളും പ്രോത്സാഹിപ്പിക്കുകയാണ് താലി കെട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ദിലീപും അവിടെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് താലി കെട്ട് മഹേഷ്, താലി കെട്ട് എന്ന് പറയാണ്. ദിലീപ്, നീ പോയി അവനെ അടിച്ചു കൊന്നേക്ക്. അമ്മേ അമ്മേ എന്ന് മലർ വിളിച്ചിട്ട് അവളുടെ മടിയിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീകൾ പറയാണ്, മാറി നിൽക്ക് കൊച്ചേ അങ്ങോട്ട്. അമ്മയെ വിട്, അമ്മയെ വിട്, അമ്മയെ വിടാനല്ലേ പറഞ്ഞത്. ഇല്ലോടാ നിന്നെ ഞാൻ, ഇങ്ങോട്ട് പോടാ. മഹേഷ് പോയി സിദ്ധുവിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊരുങ്ങാണ്. സാർ എഴുന്നേൽക്ക് സാർ, മുത്തശ്ശ കണ്ണു തുറക്കുക എന്ന് മലരും പറയാണ്. പിന്നെ സിദ്ധുവും മഹേഷും ദിലീപും ചേർന്ന് നന്നായിട്ട് അടിയാണ്. മഹേഷ് അടിക്കിടെ അവിടെ കത്തിച്ച് വെച്ച നിലവിളക്കെടുത്ത് സിദ്ധുവിനെ കുത്താൻ ഒരുങ്ങുകയാണ്. സിദ്ധു പിന്നെ ദിലീപിനെ അടിച്ച് സൈഡാക്കി ഒരുത്തിലിരുത്തി. അതിനുശേഷം മഹേഷ് ഒരു നന്നായിട്ട് ഏറ്റുമുട്ടാണ്. മഹേന്ദ്ര സാറിന് വെള്ളമൊക്കെ കൊടുത്ത് മുഖമൊക്കെ കഴുകി കൊടുത്ത് എഴുന്നേൽപ്പിച്ചു ചന്ദ്രിക. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ. അപ്പോഴേക്കും അടിച്ചു വീഴ്ത്തിയ പോലീസുകാരൊക്കെ എഴുന്നേറ്റ് വരികയാണ്. മഹേഷ് സിദ്ധുവിനെ അടിച്ച് താഴെയിട്ടിട്ട് ആ വിളക്കെടുത്ത് സിദ്ധുവിനെ അടിച്ച് കൊല്ലാൻ ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും ബോധം കെട്ട് വീണ ദിലീപ് ഓടി വന്നിട്ട് പറയാണ്, മഹേഷ് വേണ്ട, പോലീസുകാർ വരുന്നുണ്ട്, വേണ്ട മഹേഷ്, നമുക്ക് രക്ഷപ്പെടാം, വാ. നിൽക്കാനാ പറഞ്ഞത്, ഓടരുത്, അവിടെ നിൽക്ക്. പോലീസ് പറയാണ്, മഹേഷിനെയും ദിലീപിനെയും ഞങ്ങൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. നിങ്ങളിനി സുരക്ഷിതമായി വീട്ടിലേക്ക് പോ. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓൾ റൈറ്റ് സാർ. ഇനി അവനെ ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. അവൻ്റെ കാര്യം ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ സാർ. ശരി സാർ. സിദ്ധുവിനെ പരിസരം മറന്ന് ചന്ദ്രികയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സാറിനൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല ചന്ദ്രികയെ, എനിക്കൊന്നും പറ്റിയില്ല. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. സിദ്ധു, നല്ല സമയത്താണ് നീ വന്നത്, അല്ലെങ്കിൽ ആ നാശം പിടിച്ചവൻ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുമായിരുന്നു. പിന്നെ മഹേന്ദ്രൻ സാർ പറയാണ്, മലർ, നിനക്ക് ഒരു കുഴപ്പമില്ല മോളെ, വാ എന്ന് പറഞ്ഞ് എടുത്ത് തട്ടുകയാണ്. പോകാം മോളെ. സിദ്ധു പറയാണ്, വാ ചന്ദ്രികയെ പോകാം. ചന്ദ്രിക സിദ്ധുവിനെയും നോക്കിക്കൊണ്ടേ നടക്കുകയാണ്. വീട്ടിൽ മേഘ മുടിയൊക്കെ ചീകി ഒതുക്കുകയാണ്. അപ്പോഴാണ് മഹേഷ് മേഘയെ വിളിക്കുന്നത്. മേഘ എന്നിട്ട് ഫോൺ എടുത്തിട്ട് പറയാണ്, എന്തിനാ മഹേഷ് വിളിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമാണോ? ഓ മേഘ മേഡം, എന്താ മഹേഷ്, എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? നിങ്ങളുടെ അച്ഛനും സിദ്ധാർത്ഥും കൂടി വന്ന് എൻ്റെ പ്ലാനെല്ലാം നശിപ്പിച്ചു. എന്തായി പറയുന്നേ? അതെ മേഡം, ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങിയപ്പോൾ ഞാനുള്ള സ്ഥലം അവർ തേടി പിടിച്ചു, അവിടെ എത്തി, എല്ലാം നശിപ്പിച്ചു. എന്താ മഹേഷ്, എല്ലാം തകർത്ത് കളഞ്ഞല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ മേഡം? നിങ്ങളുടെ അച്ഛൻ തനിച്ചല്ല വന്നത്, ഇവിടെ പോലീസും ഉണ്ട്. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഓ, എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്നതാ. ചന്ദ്രികയെ ഇത്രയും ദൂരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവളെ നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. വെറും വേസ്റ്റാ നീ, ഫോൺ വെക്ക്. പിന്നെ മേഘയുടെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ്. എന്നിട്ട് പറയാണ്, എന്താ മേഘ, ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്ത് നീ വിഷമിച്ചിരിക്കുന്നു? നമ്മൾ ആഗ്രഹിച്ചതുപോലെ ലക്ഷ്മി സ്വത്തൊക്കെ നിനക്ക് എഴുതി തന്നില്ലേ? അതിനുശേഷവും നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സന്തോഷത്തോടെ ഇരിക്കും മേഘ. അതല്ല മുത്തശ്ശി, മഹേഷ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പായിട്ട് മഹേന്ദ്രൻ അച്ഛനും സിദ്ധുവും അവിടെ ചെന്ന് തടഞ്ഞു. അവൻ എങ്ങനെയെങ്കിലും ആ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടി അവർ ഒന്നിക്കും എന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെയാണല്ലോ നടന്നത്. മുത്തശ്ശി മേഘയോട് പറയാണ്, അവളെന്താ വല്ല സീതാദേവിയാ മറ്റാണോ? അവളെ കടലും കടന്നു പോയിട്ട് രക്ഷിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അവളുടെ അടിയന്തരം നടത്തിയിട്ട് വരേണ്ടതല്ലേ? ശരി, ആ കാര്യം ഫ്ലോപ്പായി പോയി. നിന്റെ കാര്യത്തിലെങ്കിലും സ്മാർട്ടായിരിക്കുക. മഹേന്ദ്രനും സിദ്ധുവും ഇവിടെ തിരിച്ചെത്തും മുമ്പേ മഹേന്ദ്രൻ്റെ സ്വത്തുക്കൾ എത്രമാത്രം വിൽക്കാൻ പറ്റുമോ അത്രയും വിറ്റിട്ട് പൈസയാക്കി വെക്ക്. നാളെ ഈ കാര്യം പുറത്തായാൽ നിന്റെ ഭാഗമാണ് വിറ്റതെന്ന് പറഞ്ഞാൽ മതി. ശരി മുത്തശ്ശി, ശരി. പിന്നെ ഡോക്ടർ വന്നിട്ട് ലക്ഷ്മിയുടെ BP ഒക്കെ നോക്കുകയാണ്. ശരീരത്തിൽ ജലാംശം വളരെ കുറവാണ്. ഇങ്ങനെയായാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ വേണം എന്തെങ്കിലും പറഞ്ഞ് ഇവരെ കഴിപ്പിക്കാൻ. അറ്റ്ലീസ്റ്റ് ജ്യൂസെങ്കിലും കഴിപ്പിക്കണം. ഇവരെന്തായാലും ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കല്ലേ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയും ഡോക്ടർ ഇറങ്ങാണ്. മുത്തശ്ശൻ പറയാ, മോളെ ലക്ഷ്മി, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ വളരെ വിഷമം തോന്നുക. ചന്ദ്രികയോടും മലരിനോടും നീ കാണിക്കുന്ന അമിതമായ സ്നേഹം അവർക്ക് ഒന്നും സംഭവിക്കാതെ കാത്തുകൊള്ളും. ഭഗവാൻ തീർച്ചയായും അവർക്ക് കൂട്ടുണ്ടാവും. നീ നോക്കിക്കോ, മഹേന്ദ്രനും സിദ്ധുവും ചേർന്ന് ചന്ദ്രികയെയും മലരിനെയും സുരക്ഷിതമായി ഇവിടെ എത്തിച്ചിരിക്കും.
അവരിവിടെ വരുമ്പോൾ നീയും ആരോഗ്യത്തോടെ കാണണ്ടേ മോളെ. നീ ഇങ്ങനെ വാടിത്തളർന്നു പോയാൽ അത് എല്ലാവർക്കും വിഷമാവില്ലേ മോളെ. എനിക്കൊന്നും പറ്റില്ല അമ്മാവ. അമ്മാവൻ ധൈര്യമായിട്ടിരിക്കുക. ഇത് ഞാൻ ഭഗവാന് കൊടുത്ത വാക്കാ. ചന്ദ്രികയും മലരും വീട്ടിൽ വരുന്നതിന് മുമ്പ് ഈ വ്രതം മുടക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല. ചന്ദ്രികയുടെ മുഖവും മലരിൻ്റെ മുഖവും കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കൂ. അത് കേട്ട് മേഘ മുത്തശ്ശിയെ ഒന്ന് നോക്കുകയാണ്. മുത്തശ്ശി, ഇവിടെ നടക്കുന്നതൊക്കെ വലിയ അതിശയങ്ങളാ. എനിക്കിതൊന്നും കാണാൻ വയ്യേ. മുത്തശ്ശി പോകുന്നത് കണ്ട് പിന്നാലെ മേഘയും മെല്ലെ പോവുകയാണ്. ലക്ഷ്മിയാണെങ്കിലോ അവിടെ തളർന്ന് കിടക്കുകയാണ്. മുത്തശ്ശനും അവിടെ നിന്ന് പോയി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിച്ച് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.